Namaskaram, welcome to Lively Mashups. It's me, Dr. Shruti Pandit. So today's video is about ഉരമരുന്ന്. നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കുറച്ച് മരുന്നുകൾ ഉരച്ചു കൊടുക്കാറുണ്ട്. അവരുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന മെഡിസിൻസ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ്. എപ്പോൾ എങ്ങനെ കൊടുക്കണം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. സോ മനസ്സിലാക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഇൻ കേരള വി ഹാവ് എ പ്രാക്ടീസ് ഓഫ് അഡ്മിനിസ്ട്രിങ് സ്മോൾ ചിൽഡ്രൻ വിത്ത് ഉരമരുന്ന്. ഉര ഇൻ ദ സെൻസ് ടു റാബ് ആൻഡ് മരുന്ന് ഇൻ ദ സെൻസ് മെഡിസിൻ. Certain set of medicines like Triphala, Trikatu, Vacha, Viranga, Hingu, Katuki, etc. We rub them and we mix them with breast milk, cow's milk or honey or either plain water. Then we administer with 4 kids. So actually it will help to boost immunity and it alleviate all sorts of indigestion problem. This is a detailed video how to administer, how to make and how to administer. So if anybody find difficulty in following my language, please see the description. I have mentioned everything clearly. So let's go, നമുക്ക് വീഡിയോയിൽ കാണാം ബാക്കി. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഉരമരുന്ന് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കേണ്ടതെന്ന് ഞാൻ കാണിക്കാം. നമ്മൾ ഓരോ ദിവസം ഫ്രഷ് ആയിട്ട് ഉരച്ച് കൊടുക്കണം. അതായത് നോ ഐ ആം ഷോയിങ് ഹൗ ടു അഡ്മിനിസ്റ്റർ ദിസ് വിത്ത് സം ഇൻഗ്രീഡിയൻസ് ദാറ്റ് ഐ ഹാവ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ആയുർവേദ ഷോപ്പിൽ ചോദിച്ചാലും നമുക്ക് ഉരമരുന്നിൻ്റെ അത് ഒരുമിച്ച് അവർ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്കത് അവരെടുത്ത് തരും. ഓക്കെ, അപ്പോൾ പല സ്ഥലങ്ങളിലും പല മെഡിസിൻസിന് ഈ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവുമല്ലോ, അത് കുറച്ച് വ്യത്യാസം ഉണ്ടാവും അവൈലബിലിറ്റി അനുസരിച്ചിട്ട്. അപ്പം നമ്മൾക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ത്രിഫലയിലെ കടുക്ക, ദിസ് ഈസ് ടെർമിനേലിയ ചെബുല ആൻഡ് ദിസ് ഈസ് ഡ്രൈ ആമലക്കി. ഓക്കെ, ഇത് ഉണങ്ങിയ നെല്ലിക്കയാണ്, ഇന്ത്യൻ ഗൂസ്ബെറി ആണിത്, നെല്ലിക്കയാണ്, കടുക്കയാണ്. ഓക്കെ, അപ്പോൾ ത്രിഫലയിൽ 3 വരുന്നത്, 3 കടുക്ക, നെല്ലിക്ക, താനിക്ക, അതായത് ഹരിതക്കി, വിബീതക്കി, ആമലക്കി, ടെർമിന ചെബുല, ടെർമിനേലിയ ബെല്ലരിക്ക ആൻഡ് എംബിലിക്ക ഒഫിഷ്യനാലിസ്. ഓക്കെ, ഇത്രയാണ് വരുന്നുള്ളത്. അപ്പോൾ സോ ഐ ഹാവ് 2, അതിൽ 2 ഉണ്ട്, വിബീതയ്ക്ക് എനിക്കില്ല. അപ്പോൾ ഇതിനുള്ളത് കോൺസ്റ്റിപ്പേഷൻസ്, വെരി ഗുഡ് ഇൻ കോൺസ്റ്റിപ്പേഷൻ, പിന്നെ സ്കിന്നിന് നല്ലതാണ്, കണ്ണിന് നല്ലതാണ്, ഇറ്റ്സ് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, പിന്നെ റിജുവിനേറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം കൊണ്ട് ത്രിഫല വളരെ നല്ലതാണ്. നെക്സ്റ്റ് വരുന്നത് ത്രിക്കട്ടു ആണ്. ത്രിക്കട്ടു മീൻസ് പിപ്പല്ലി, മരീച്ച, ശുണ്ഠി. പിപ്പല്ലി എന്ന് വെച്ചാൽ തിപ്പല്ലി, പൈപ്പർ ലോങ്ങം, ബൊട്ടാണിക്കൽ നെയിം പൈപ്പർ ലോങ്ങം. ഇത് മരീച്ച, നമ്മുടെ കുരുമുളക്, പൈപ്പർ നൈഗ്രം എന്ന് പറയും. ഇത് ശുണ്ഠി, അതായത് ഡ്രൈഡ് ജിഞ്ചർ. ഓക്കെ, ജിഞ്ചിബർ ഒഫിഷ്യനാലിസ്. ഓക്കെ, ഡ്രൈഡ് ജിഞ്ചർ. അപ്പം ഇവർക്കുള്ള പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഇറ്റ് ഇംപ്രൂവ്സ് ഡൈജഷൻ, പെയിനിന് നല്ലതാണ്, പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിന് നല്ലതാണ്, ഗ്യാസ്ട്രിക് കംപ്ലയിൻസിന് നല്ലതാണ്, കൃമിക്ക് നല്ലതാണ്. സോ ഓൾറൗണ്ടായിട്ട് എന്ത് ഡൈജഷൻ ഉള്ള എന്ത് തകരാറിനും ഇവർ നല്ലതാണ്. ഓക്കെ, ത്രിക്കട്ടു. സോ നെക്സ്റ്റ് വിഡങ്ക, ദിസ് ഈസ് വിഡങ്ക. ഇത് ഇൻ മലയാളം ഇറ്റ്സ് വിഴാലരി എന്ന് പറയും നമ്മൾ. വിഡങ്ക ബൊട്ടാണിക്കൽ നെയിം എംബിലിയ റൈപ്സ്. ഇത് വേം ഇൻഫെസ്റ്റേഷന് നല്ലതാണ്. ഇറ്റ്സ് വെരി ഗുഡ് ഇൻ വൊമിറ്റിംഗ്, നോസിയ, കോൺസ്റ്റിപ്പേഷൻ, റിംഗ് വേം, റൗണ്ട് വേം, ത്രെഡ് വേം, അങ്ങനെയുള്ള എല്ലാത്തിനും ഈ എംബിലിയ റൈപ്സ്, അതായത് വിഡങ്ക ഏറ്റവും നല്ലതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇത് കട്ടുക്കി എന്ന് പറയും. കട്ടുക്കി, ദിസ് ഈസ് ബൊട്ടാണിക്കൽ നെയിം പൈക്കോറിസ കുറുവ, നമ്മൾ മലയാളത്തിൽ കടുകരോഹിണി എന്ന് പറയും. ഇതാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ റിമൂവ് ജേംസ്, നമ്മൾ റിമൂവ് ജേംസ്, ഫീവറിന് നല്ലതാണ്. ഇറ്റ്സ് ഹാവിങ് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി, ഇംപ്രൂവ്സ് വൈറ്റാലിറ്റി, അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ കട്ടുക്കിക്ക് ഉണ്ട്. ഓക്കെ, പൈക്കോറിസ കുറുവ. ഇനി വരുന്നത് നമ്മുടെ ഏലക്കായാണ്. ദിസ് ഈസ് ബൊട്ടാണിക്കൽ നെയിം എലക്ടേറിയ കാർഡമമം. ഡയൂററ്റിക് ആണ്. ഇറ്റ്സ് വെരി ഗുഡ് ഇൻ ആസ്തമ കംപ്ലയിൻസ് ആൻഡ് റെസ്പിറേറ്ററി പ്രോബ്ലംസ്. ഇൻഡൈജഷനുള്ള കംപ്ലയിൻസിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇറ്റ്സ് വെരി ഗുഡ് ഇൻ അനോറക്സിയ, അതായത് വിശപ്പില്ലായ്മ, ദഹനമില്ലായ്മ, പിന്നെ സ്വാദില്ലായ്മ, പിന്നെ ഛർദ്ദിക്കാൻ തോന്നുന്ന പോലത്തെ ബുദ്ധിമുട്ട്, വയറിലുള്ള ചെറിയ പ്രശ്നങ്ങൾ, അങ്ങനെ എല്ലാത്തിനും ഈ ഏലക്കായ്, അതായത് എലക്ടേറിയ കാർഡിമം വെരി യൂസ്ഫുൾ ആണ്. ഓക്കെ, അടുത്തത് ഇത് രുദ്രാക്ഷമാണ്. രുദ്രാക്ഷം ബൊട്ടാണിക്കൽ നെയിം ഈസ് ഇലിയോകാർപ്പസ് ഗാനൈട്രസ്. ഇത് റെസ്പിറേറ്ററി കംപ്ലയിൻസ്, ബ്രീത്തിങ് പ്രോബ്ലംസിന് നല്ലതാണ്. സ്റ്റമക്ക് പെയിൻ, അബ്ഡമൻ, സ്റ്റമക്ക് പെയിൻ ഒക്കെ നല്ലതാണ്. ലിവർ പ്രോബ്ലംസിനും നല്ലതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് ദിസ് ഈസ്
ഇത് ആവർത്തനിയാണ്. ഇതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം ഹെലിട്രസ് ഐസോറ ആണ്. അപ്പം നമ്മുടെ മലയാളത്തിൽ ഇടംപിരി വലംപിരി എന്ന് പറയുന്ന രണ്ട് സാധനം. ഇത് വലംപിരിയാണ്, ഇടംപിരിയുണ്ട് വലംപിരിയുണ്ട്. അത് ഹെലിട്രസ് ഐസോറ ആൻഡ് ഹെലിട്രസ് സ്ട്രെപ്റ്റോകാർപ്പസ് ആണ്. അപ്പോൾ ദിസ് ഈസ് ഹാവിങ് ദ മീൻസ് എന്താണ് ഇത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇൻറ്റസ്റ്റൈനൽ പാരസൈറ്റ്സ്, നമ്മളെ കുടലിലൊക്കെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ വേംസ്, അതിനൊക്കെ വളരെ നല്ലതാണ്. മാത്രമല്ല ഇതിങ്ങനെ കറങ്ങിയിരിക്കുകയാണല്ലോ, ദിസ് ഈസ് ലൈക്ക് ട്വിച്ചിങ് അല്ലേ. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ഇൻ ട്വിച്ചിങ് പെയിൻ ഓഫ് അബ്ഡമൻ, ഡയറിയ, ഡിസെൻട്രി എല്ലാത്തിനും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ഹാവിങ് പ്രോപ്പർട്ടി, ഇറ്റ്സ് ആക്ട് അഗെയിൻസ്റ്റ് ഇൻറ്റസ്റ്റൈനൽ വേംസ്, വെരി ഗുഡ് ഇൻ ഡയറിയ, ഡിസെൻട്രി ആൻഡ് അബ്ഡമിനൽ പെയിൻ. ഓക്കെ, ദെൻ ദിസ് ഈസ് മായക്ക എന്ന് പറയും. മായക്ക, മായാഫല ഇൻ സാൻസ്ക്രിറ്റ്. ആൻഡ് ഇതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം ഈസ് ക്വർക്കസ് ഇൻഫെക്ടോറിയ. ഓക്കെ, ദിസ് ഈസ് വെരി ഗുഡ് ഇൻ ഓറൽ ഡിസീസ്, ഡയേറിയ, ഡിസെൻട്രി ആൻഡ് വൂണ്ട്. ഓക്കെ, നമ്മൾ സാധാരണ കുഞ്ഞുങ്ങൾക്ക് നാവിൽ ചെറിയ പൂപ്പൽ ബാധയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ മായക്ക, അതായത് ക്വർക്കസ് ഇൻഫെക്ടോറിയ ഈസ് വെരി ഇഫക്റ്റീവ് ഇൻ ഫംഗൽ പ്രോബ്ലംസ് ഇൻ ടങ്. ഓക്കെ, നമ്മൾ നാവിൽ വരുന്ന ചെറിയ കുട്ടികൾക്ക് നാവിൽ വരുന്ന പൂപ്പൽ ബാധയ്ക്ക് ഇത് ജസ്റ്റ് റബ്ബ് ചെയ്ത് കൊടുക്കുന്നത് വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, ദെൻ കംസ് യഷ്ടിമധു. ദിസ് ഈസ് യഷ്ടിമധു, ഇരട്ടി മധുരമാണ്. എൻ്റെ ബൊട്ടാനിക്കൽ നെയിം ഗ്ലിസറിസ ഗ്ലാബ്ര. ദിസ് ഈസ് വെരി ഗുഡ് ഇൻ ഓറൽ മ്യൂക്കോസൈറ്റിസ്. പിന്നെ അതുപോലുള്ള എന്താണ് വായ്ക്കകത്തുണ്ടാവുന്ന ഇൻഫ്ലമേഷനും കഫ് കോൾഡ് അതിനൊക്കെ നല്ലതാണ്. ദിസ് ഈസ് വെരി ഗുഡ്, നമ്മുടെ ശബ്ദം നന്നാവാൻ വേണ്ടി, ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദിസ് ഈസ് ഹാവിങ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി കൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ വയറിനകത്ത് മ്യൂക്കോസക്കും അങ്ങനെയുള്ള എന്ത് രീതിയിലുള്ള ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ ഉണ്ടെങ്കിൽ ദിസ് വിൽ ഹെൽപ്പ്. ഓക്കെ, ദിസ് ഈസ് ഹാവിങ് anti-inflammatory property. Then this is very good in cough, cold and etc. Okay, പിന്നെ വരുന്നത് ദിസ് ഈസ് ജാതിഫല. ജാതിഫല നട്ട്മെഗ് ആണ്. ആൻഡ് ദ ബൊട്ടാനിക്കൽ നെയിം ഈസ് മിറിസ്റ്റിക്ക ഫ്രാഗ്രൻസ്, റിലീവ് പെയിൻ. ഏത് തരത്തിലുള്ള പെയിൻ ഇത് ഗുഡാണ്. ദിസ് ഈസ് ഹാവിങ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി, ഇറ്റ് ഇംപ്രൂവ്സ് ഡൈജഷൻ. പിന്നെ ലൂസ് ടൂൾസ്, അതായത് മലം ലൂസായിട്ട് പോകുന്നതിനൊക്കെ ഒരുപാട് നല്ലതാണ് ജാതിഫല. ഓക്കെ, ദെൻ കംസ് വച്ച. വച്ച എന്ന് വെച്ചാൽ വയമ്പാണ്. ഇതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം അക്കോറസ് കലാമസ് ആണ്. പിന്നെ ദിസ് ഈസ് വെരി ഗുഡ് ഇൻ ബ്രെയിൻ ടോണിക്, ഇറ്റ് ഇംപ്രൂവ്സ് ഡൈജഷൻ, പ്രിവെൻസ് നോസിയ. നമുക്ക് ഛർദ്ദിക്കാൻ മുട്ടുന്നതിന് നല്ലതാണ്, വേദനക്കും ഇൻഫ്ലമേഷനും നല്ലതാണ്. ഇത് ബ്രെയിൻ ടോണിക്കാണ്. അങ്ങനെ പല ഗുണങ്ങളും ഇതിനുണ്ട്. ഇത് കൂടാതെ നമുക്ക് പിന്നെ ഹരിദ്ര, മഞ്ഞൾ യൂസ് ചെയ്യാം. ദെൻ വി ക്യാൻ യൂസ് ഹിങ്കു, നമുക്ക് എന്താണ് കായം, ഹിങ്കു യൂസ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ ഇവിടെ എടുത്തിട്ടില്ല. ദെൻ വി നീഡ് ഹണി. നമുക്ക് ഹണി അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ സാധാരണ പ്യോർ വാട്ടർ അല്ലെങ്കിൽ കൗസ് മിൽക്ക് അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഫോർ വെരി സ്മോൾ കിഡ്സ് ലൈക്ക് 28 ഡേയ്സ് മുതൽ 1 ഇയർ വരെയുള്ള കുട്ടികൾക്ക് വി ഷുഡ് യൂസ് ബ്രസ്റ്റ് മിൽക്ക്. ഓക്കെ, ചിൽഡ്രൻ ബിലോ ദാൻ 1 ഇയർ വി ഷുഡ് യൂസ് ബ്രസ്റ്റ് മിൽക്ക്, കാരണം നമ്മൾ വേറെ ഒന്നും കൊടുക്കുന്നത് നല്ലതല്ല. ആൻഡ് ചിൽഡ്രൻ എബോവ് 1 ഇയർ അപ് ടു 5 വി ക്യാൻ അഡ്മിനിസ്റ്റർ വിത്ത് ഹണി, എയ്തർ ദിസ് എന്താ കൗസ് മിൽക്ക് ഓർ പ്യോർ വാട്ടർ. ഓക്കെ, നമുക്ക് ഇതല്ലാതെ വേറെയും കാര്യം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നു. ദെൻ വി നീഡ് പ്ലെയിൻ വാട്ടർ. ദെൻ എ ക്ലീൻ സർഫേസ്, ഒന്നെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റോണോ അല്ലെങ്കിൽ നമ്മൾ ഇടിക്കുന്ന അമ്മിയുടെ സൈഡോ അങ്ങനെ എന്തെങ്കിലും ക്ലീൻ ആയിട്ടുള്ളത് എടുക്കണം. സോ after buying these things from shop we have to wash them thoroughly, then dried and we should store airtight. Okay, നമ്മളിത് കഴുകി നന്നായിട്ട് കഴുകിയിട്ട് അതിനുശേഷം നന്നായി ഉണക്കി എടുത്തതിന് ശേഷം നമ്മൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കുട്ടികളെ കുളിപ്പിച്ചിട്ട് രാവിലെ കുളിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് വെള്ളത്തിൽ തൊട്ട ശേഷം ജസ്റ്റ് ഇവിടെ ഒന്ന് റബ്ബ് ചെയ്യുക. എന്നിട്ട് ബ്രസ്റ്റ് മിൽക്കിൻ്റെ കൂടെ അല്ലെങ്കിൽ തേനിൻ്റെ കൂടെ അല്ലെങ്കിൽ ശുദ്ധമായ ജലത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ കൗസ് മിൽക്കിൻ്റെ കൂടെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാം. ഒരു നേരം കൊടുത്താൽ മതി. ആക്ച്വലി ഇത് നമ്മൾ 28 ഡേയ്സ് മുതൽ 1 ഇയർ 2 ഇയർ വരെയുള്ള കുട്ടികൾക്കാണ് കൊടുക്കാറ്. പക്ഷേ ഇഫ് വി ആർ ഗിവിങ് ടിൽ 5 ഇയേഴ്സ്, നമ്മൾ 5 വയസ്സ് വരെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്താണ് ഇറ്റ് ബൂസ്റ്റ് ദെയർ ഇമ്മ്യൂണിറ്റി. പിന്നെ അവർക്ക് എന്താണ് ഇൻഡൈജഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, കൊളിക്ക് പെയിൻ ഉണ്ടാവില്ല. അങ്ങനെ മൊത്തത്തിൽ അവരുടെ ഒരു ഹെൽത്തിന് വളരെ നല്ലതാണ്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ഡ്രഗ്സിനുള്ള ഡിഫറെൻറ്റ് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇൻ സെർട്ടൈൻ കേസസ് ലൈക്ക്
കുട്ടികൾക്ക് ലൂസ് ടൂൾസ് ഉണ്ടെങ്കിൽ, അതായത് വയറിളക്കം പോലത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ വി ഷുഡ് യൂസ് ജാതിഫല ഇൻ മോർ ക്വാണ്ടിറ്റി. ഓക്കെ, കുട്ടികൾക്ക് വയറിളക്കം ഉണ്ടെങ്കിൽ അത് നിൽക്കുന്ന രീതിയിൽ ജാതിഫല കുറച്ച് കൂടുതൽ ഉരയ്ക്കണം. സോ ഇഫ് ചിൽഡ്രൻ ഈസ് ഹാവിങ് കോൺസ്റ്റിപ്പേഷൻ, അവർക്ക് മലബന്ധമുണ്ടെങ്കിൽ നമ്മൾ കടുക്ക, ദിസ് ഈസ് ടെർമിനേലിയ ചെബുല, കടുക്ക കൂടുതൽ കൊടുക്കണം. കാരണം ഇറ്റ് ഹെൽപ്സ് ഇൻ ഇറ്റ് റിലീവ്സ് കോൺസ്റ്റിപ്പേഷൻ. അപ്പം മലബന്ധം ഉണ്ടാകുന്ന സമയത്ത് കടുക്ക കുറച്ച് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ മലബന്ധത്തിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എടുക്കുക, ജസ്റ്റ് ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കുക, ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിൽ ഇതുപോലെ മുക്കുക, എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഉരച്ചെടുക്കുക. ജസ്റ്റ് ഇതെല്ലാം ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുത്താൽ മതി. പിന്നെ എന്തൊരു പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ഓടിച്ചെന്ന് പിന്നെ ഇത് മാത്രം കൊടുത്തോണ്ട് മീൻസ് സാധാരണ കുട്ടികൾക്ക് പല കാരണങ്ങളും കൊണ്ട് വയറുവേദനയോ അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഇതൊക്കെ കൊടുത്ത് നോക്കിയിട്ടും കുട്ടികൾക്ക് വീണ്ടും വയറുവേദനയൊക്കെ പോലെ വരുന്ന ഒരു കണ്ടീഷനിൽ വൈദ്യസഹായം നമ്മൾ തേടണം. കാരണം ചെറിയ കുട്ടികളാകുമ്പോൾ അവർക്ക് പറയാൻ അറിയില്ലല്ലോ, അവർക്ക് എന്താണ് പ്രശ്നം എന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ ഫോർ സ്മോൾ ബേബീസ് നമ്മൾ മൈന്യൂട്ട് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ. അപ്പം നമ്മളെല്ലാം കൂടെ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ജസ്റ്റ് സ്പൂണിൽ we have to take a little quantity of honey. നമ്മളിങ്ങനെ ഹണിയിൽ ഇതിങ്ങനെ മിക്സ് ആക്കാണ്. സോ കീപ്പ് ഇൻ മൈൻഡ് നമ്മളെ സ്പൂണ് നമ്മളെ കൈയൊക്കെ നല്ല നീറ്റായിരിക്കണം. സോ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്കിത് മൊത്തമായിട്ട് എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. സോ ഫോർ വെരി സ്മോൾ കിഡ്സ് ലൈക്ക് ബിലോ 1 year നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലേ കൊടുക്കാൻ പാടുള്ളൂ. അതും ബ്രസ്റ്റ് മിൽക്കിൽ തന്നെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഉരമരുന്ന് എങ്ങനെ എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഉരമരുന്ന് കൊടുത്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും മാറണമെന്നില്ല. മാത്രമല്ല കുട്ടികൾ മണ്ണിൽ കളിക്കുന്ന കുട്ടികൾക്ക്, നഖം കടിക്കുന്ന കുട്ടികൾക്കൊക്കെ വേറെയും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികൾ അമിതമായി വയറുവേദന എന്നുള്ള കാര്യം പറയുകയാണെങ്കിലും അമിതമായി കരയുക അങ്ങനെയുള്ള സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും വൈദ്യസഹായം തേടേണ്ടതാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും നന്ദി, നമസ്കാരം. Stay healthy and happy. Bye.